പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വാരിക്കോരി വാഗ്ദാനങ്ങളുമായി LDF, UDF മുന്നണികളുടെ പ്രകടന പത്രികകൾ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നും ആരോഗ്യ പരിരക്ഷയുടെ പരിധി കൂട്ടുമെന്നും ഇരു മുന്നണികളും വാഗ്ദാനം ചെയ്യുന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്നും UDF വാഗ്ദാനമുണ്ട്. 60 പരിപാടികളുമായാണ് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. 196 പേജുകളിൽ 2 പുസ്തകമായാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യും, കിടപ്പുരോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ, കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ്, അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ, സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പുവരുത്തും തുടങ്ങി 60 പരിപാടികളാണ് പ്രകടന പത്രികയിൽ LDF ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കും, ഇടുക്കി, വയനാട്, കാസർഗോഡ്, കുട്ടനാട് പാക്കേജുകൾ തുടരും, മദ്യവർജനം പ്രോത്സാഹിപ്പിക്കും, കാരുണ്യ 5 ലക്ഷം പരിധി നീക്കി, KSRTC പ്രവർത്തന ലാഭത്തിലാക്കും, വിദ്യാർത്ഥികൾക്ക് കണക്ട് ടു വർക്ക് പദ്ധതി, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമായി കേരളം മാറും, സ്ത്രീകൾക്ക് വർക്ക് നിയർ പദ്ധതി, കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും, കുടുംബശ്രീയുടെ ബാങ്ക് ലിങ്കേജ് വായ്പകൾ 20,000 കോടി രൂപയായി ഉയർത്തും. നേരത്തെ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം നിരവധി വാഗ്ദാനങ്ങളാണ് UDF പ്രകടന പത്രികയിലുള്ളത്. വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ശമ്പള മാതൃകയിൽ ക്ഷേമ പെൻഷൻ ആശ്രയ പദ്ധതി പരിഷ്കരിക്കും, തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന വർധനവ്, യുവാക്കൾക്ക് വേണ്ടി യുവശ്രീ പദ്ധതി, ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ, ലഹരിയുടെ ഉറവിടം കണ്ടെത്തി തകർക്കും, മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും, സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കും, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. പ്രത്യേക കാർഷിക ബജറ്റ്, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും, കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, വന്യജീവി സംഘർഷം തടയാൻ പരമ്പരാഗത സംവിധാനവും ആധുനിക സംവിധാനവും സംയോജിപ്പിച്ച് പ്രവർത്തനം നടത്തും, മത്സ്യബന്ധന മേഖലയിലുള്ളവർക്ക് പ്രത്യേക ഭവന പദ്ധതി, മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ സബ്സിഡി, SC, ST വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക റിക്രൂട്ട്മെന്റ്, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ പദ്ധതി നടപ്പിലാക്കും, പ്രവാസി പദ്ധതിയിൽ അംഗമാകുന്നതിനുള്ള പ്രായപരിധി എടുത്തുമാറ്റും, മദ്യത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കും, ബാറുകൾ പൂട്ടാൻ പെട്ടെന്ന് നടപടി സ്വീകരിച്ചാൽ ലഹരി ഉപയോഗം കൂടും, അതുകൊണ്ട് സാമൂഹിക വശം കൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി UDFന്റെ മുൻകാല പദ്ധതിയായ ആശ്രയ പദ്ധതി പരിഷ്കരിച്ച് നവ ആശ്രയ പദ്ധതി ആരംഭിക്കും. അന്ത്യോദയ പിങ്ക് റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്തി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേക കർമ്മ പദ്ധതി, സംസ്ഥാനമെമ്പാടും ഇന്ദിരാ ക്യാൻറ്റീനുകൾ, അർഹരായവർക്ക് പ്രയോറിറ്റി റേഷൻ കാർഡ്, സൗജന്യ റേഷൻ എന്നിങ്ങനെയും വാഗ്ദാനങ്ങളുണ്ട്. മീഡിയ ടൈം, കൊച്ചി.